നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 2025-2026 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി അവതരിപ്പിച്ചു. തൊടുപുഴ നഗരസഭയുടെ ബജറ്റ് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെയും ധർണയുടെയും മുന്നോടിയായി വണ്ണപ്പുറത്ത് കർഷക പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ കെ.എ. ആന്റണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബഫർ സോൺ പ്രശ്നത്തിൽ ജനകീയ പ്രതിഷേധത്തിന്റെ വിജയമാണ് നിയമസഭയിൽ മന്ത്രി ഉത്തരവ് പിൻവലിച്ചതിലൂടെ കാണാൻ കഴിഞ്ഞതെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചൻ. ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. 301 കോളനി നിവാസിയായ ഗന്ധകന്റെ വീടാണ് തകർത്തത്. വാർത്തകൾ വിശദമായി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 2025-2026 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 72,22,61,305 രൂപയുടെ മിച്ച ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി അവതരിപ്പിച്ചത്. ബജറ്റ് ചർച്ച ശനിയാഴ്ച നടക്കും. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 2025-2026 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 72,22,61,305 രൂപയുടെ മിച്ച ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി അവതരിപ്പിച്ചത്. കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം, വയോമിത്രം പദ്ധതിക്ക് നഗരസഭാ വിഹിതം, ഭിന്നശേഷി സ്കോളർഷിപ്പ്, ഉറവിട മാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റ്, ആധുനിക അറവുശാലയുടെ നിർമ്മാണം, വെസ്റ്റ് മാർക്കറ്റ്, മാലിന്യ നിക്ഷേപ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം നിരീക്ഷണ ക്യാമറ, പടിഞ്ഞാറേ മാർക്കറ്റിലെ ബയോഗ്യാസ് പ്ലാന്റ് നവീകരണം, കുടിവെള്ള പദ്ധതി, സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കലും പരിപാലനവും, മുനിസിപ്പൽ കൃഷിഭവന കെട്ടിടം, സ്മാർട്ട് അംഗൻവാടി, പാറക്കടവിൽ വിൻഡോ കമ്പോസ്റ്റിംഗ് സംവിധാനം, സ്റ്റേഡിയം നിർമ്മാണത്തിന് സ്ഥലം വാങ്ങൽ എന്നിങ്ങനെയാണ് പ്രധാന വകയിരുത്തലുകൾ. കൂടാതെ പി.ടി. തോമസ് മെമ്മോറിയൽ ലൈബ്രറി നിർമ്മാണം, ടി.ജെ. ജോസഫ് മുനിസിപ്പൽ മൈതാന നവീകരണം, ഉറവപ്പാറ കൊന്നയ്ക്കാമല ടൂറിസം പദ്ധതി DPR തയ്യാറാക്കൽ, ബംഗളൂർ ഷോപ്പിംഗ് കോംപ്ലക്സ് DPR തയ്യാറാക്കൽ, ബംഗളൂർ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ക്യാമറ സ്ഥാപിക്കൽ, ജിനദേവൻ റോഡിൽ നിന്ന് ഉടുമ്പന്നൂർ റോഡിലേക്കുള്ള ബൈപ്പാസ് നിർമ്മാണം, ബംഗളൂർ ബസ് സ്റ്റാൻഡ് യാർഡ് മെയിന്റനൻസ്, ആംഫി തിയേറ്റർ പൂർത്തീകരണം എന്നിവയ്ക്കും തനത് ഫണ്ടിൽ ഉൾപ്പെടുത്തിയ പ്രോജക്റ്റുകളാണ്. ബജറ്റ് ചർച്ച ശനിയാഴ്ച നടക്കും. 7 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി സബ്സിഡി കൊടുത്തിട്ടുണ്ട്. വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി 10,50,000 രൂപ കൂടി വകയിരുത്തുന്നു. കേരളത്തിൽ തന്നെ മാതൃകയായ 34-ാം വാർഡിലെ പാർക്കളവും പകൽ വീടും സായം പ്രതാപവും 3,84,000 രൂപ വകയിരുത്തുന്നു. മുതലപ്പറമ്പ് വൃത്തസ്ഥാനത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിന് മന്ദിരങ്ങൾ നീളത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കുമായി 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. അതിദരിദ്രരുടെ സംരക്ഷണത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ വിതരണത്തിനായി 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷിക്കാരുടെ തൊഴിൽ പരിശീലനത്തിനും മാനസിക വിലാസം ജനിപ്പിക്കുന്നതിന് ആവശ്യമായ പരിശീലന പരിപാടികൾക്കുമായി ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിനായി 15 ലക്ഷം രൂപ ഈ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു. അങ്കണവാടി പോഷകാഹാരത്തിന് 65 ലക്ഷം രൂപയും അങ്കണവാടിയുടെ അറ്റകുറ്റപ്പണികൾക്ക് 27 ലക്ഷം രൂപയും അങ്കണവാടികളെ സ്മാർട്ട് അങ്കണവാടികളാക്കുന്നതിന് 10 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭയുടെ ബജറ്റ് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. പുതിയ വരുമാനം കണ്ടെത്താൻ കഴിയാത്തത് മൂലം വരുമാനം ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഭാവിയെക്കുറിച്ച് വിഭാവനം ചെയ്ത കാഴ്ചപ്പാട് ബജറ്റിൽ അവതരിപ്പിച്ചില്ല എന്നും പ്രതിപക്ഷ നേതാക്കളായ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, കെ ദീപക്, MA കരീം, സഫിയ ജബാർ, നീനു പ്രശാന്ത് എന്നിവർ പറഞ്ഞു. കാര്യമായ ഒരു ഭാവി തൊടുപുഴയെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഒരു പദ്ധതിയും ഈ ബഡ്ജറ്റിലില്ല എന്നുള്ളത് വളരെയേറെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, തൊടുപുഴ വികസിച്ചുകൊണ്ടിരുന്ന ഒരു പട്ടണമാണ്. ആ വികസനം ഒരു ഘട്ടം കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കേണ്ട ഒരു സുപ്രധാനമായിട്ടുള്ള സമയമാണിത്. ആ സമയത്ത് ഭാവിയിലേക്ക് ഈ തൊടുപുഴയുടെ ഫർദറായിട്ടുള്ള വികസനം
ഇതിൻ്റെ വിസ്തീർണം കൂട്ടുന്നത്, വരുമാനം വർദ്ധിപ്പിക്കുന്നത്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത്, ടൂറിസം രംഗത്തുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ, ഇവയ്ക്കൊന്നും ഒരു പ്രാധാന്യവും ഈ ബഡ്ജറ്റിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നിരാശാജനകമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ വർഷം കിട്ടും എന്ന് വിചാരിച്ചിരുന്ന വരുമാനം ഇവിടുത്തെ പുതുക്കിയ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് അനുസരിച്ച് വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. വെറും 53 കോടി രൂപയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരസഭ മുന്നോട്ട് വരുമാനത്തിൽ കുതിച്ചു പോകുന്നതിന് പകരം കുറഞ്ഞു വരികയാണ്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള യാതൊരു നടപടിയും ഈ ബഡ്ജറ്റിലില്ല. ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഒരു പദ്ധതിയും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാര്യവും നടപ്പാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അടുത്ത വർഷവും അതിന് പിന്നീടുള്ള വർഷങ്ങളിലും എന്ത് സംഭവിക്കും, എന്തെല്ലാം വിഭാവനം ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നും ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അമൃത് പദ്ധതി ഇവിടെ നടക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും മുനിസിപ്പാലിറ്റിയും കൂടെ കൂടിയാണ് കുടിവെള്ളത്തിൻ്റെ പദ്ധതികൾക്ക്. അതിൻ്റെ 2ാം ഘട്ടമുണ്ട്. ആ 2ാം ഘട്ടത്തെക്കുറിച്ച് സൂചന ഉണ്ടെങ്കിലും ഒരു ഡ്രോൺ സർവേ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് പ്രധാനപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പാലിറ്റികളുടെ ഭാവി വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സർവേ നടക്കുന്നുണ്ട്. ആ സർവേയാണ് ഏറ്റവും ഇനി അടുത്ത 10 വർഷത്തേക്ക് ഈ നഗരസഭ എത്രമാത്രം വികസിക്കണം എന്ന് തീരുമാനിക്കുന്നതിനുള്ള വലിയ ഒരു സംരംഭമാണത്. അതിലേക്ക് നമ്മൾ ഭാവിയെക്കുറിച്ച് വിഭാവനം ചെയ്ത് വലിയ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഈ ബഡ്ജറ്റിൽ അവതരിപ്പിക്കേണ്ടതായിരുന്നു. അതൊന്നും ഈ ബഡ്ജറ്റിൽ കാണുന്നില്ല. നമുക്കറിയാം, തൊടുപുഴയ്ക്ക് ഇനി വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി പല കാര്യങ്ങളും, ടൂറിസം വികസനത്തെ സംബന്ധിച്ച് ഈ തൊടുപുഴ ടൗണിൽ തന്നെയല്ല, തൊട്ടപ്പുറത്ത് മലങ്കരയിലേക്ക് മാറിയാൽ നമുക്ക് നഗരസഭയുടേതായിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യാൻ കഴിയും. അത് വലിയ വരുമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തൊടുപുഴ എറണാകുളം ഹൈവേയെ സംബന്ധിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതൊക്കെ ഈ ഡ്രോൺ സർവേയിൽ കൊണ്ടുവന്നാൽ ഭാവിയിൽ ഒരു തൊടുപുഴ എറണാകുളം ഒരു വലിയ ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകളുണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കുന്നതിനുള്ള യാതൊരു ശ്രമവുമില്ല. അതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് പറഞ്ഞിട്ടില്ല. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാഴ്ചപ്പാട് പറഞ്ഞിട്ടില്ല. അങ്ങനെ തികച്ചും നിരാശജനകമായിട്ട് ഒരു നാടൻ തനി ആവർത്തന ബഡ്ജറ്റ് എന്നുള്ളതിനപ്പുറത്ത് ഒന്നും ഈ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്. ഇതാണ് ഞങ്ങളുടെ UDFന്റെ അഭിപ്രായം. 1972 കേന്ദ്ര വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MPയുടെ നേതൃത്വത്തിൽ മാർച്ച് 27 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെയും ധർണയുടെയും മുന്നോടിയായി വണ്ണപ്പുറത്ത് വമ്പിച്ച കർഷക പ്രതിഷേധ സമ്മേളനം നടന്നു. കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ KA ആന്റണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 1972 കേന്ദ്ര വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MPയുടെ നേതൃത്വത്തിൽ മാർച്ച് 27 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെയും ധർണയുടെയും മുന്നോടിയായി വണ്ണപ്പുറത്ത് വമ്പിച്ച കർഷക പ്രതിഷേധ സമ്മേളനം നടന്നു. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന അപകടകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് പഞ്ചായത്തുകൾക്ക് അധികാരം നൽകണമെന്നും കർഷകന് പട്ടയഭൂമിയിലെ മരം മുറിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും വനംവകുപ്പ് തടസ്സം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാതെ സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി അവന്റെ ഭൂമിയിൽ അവകാശം ലഭിക്കണമെന്നും കരുമണ്ണൂർ സ്പെഷ്യൽ ഭൂപതി ഓഫീസിൽ കെട്ടിക്കിടക്കുന്ന വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള 4375 പട്ടയാപേക്ഷകളിൽ മേൽ ഉടനടി സർവേ നടപടികൾ പൂർത്തിയാക്കി പട്ടയം നൽകണമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ KI ആന്റണി ആവശ്യപ്പെട്ടു. കർഷകർ വേട്ടയാടപ്പെട്ടപ്പോൾ, അവരുടെ വീടുകൾ കത്തിച്ചപ്പോൾ, അവരെ നിഷ്ഠൂരമായി കുടിയിറക്കിയപ്പോൾ ആ കോൺഗ്രസ് ഗവൺമെന്റിനോടുള്ള അടങ്ങാത്ത രോഷത്തിൽ നിന്ന് ജന്മം കൊണ്ട പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് അന്ന് കർഷകരെ വേട്ടയാടിയപ്പോൾ KM ജോർജ്, പാർട്ടിയുടെ സ്ഥാപക നേതാവ് KM ജോർജ് സത്യാഗ്രഹവുമായി ഇടുക്കിയിലേക്ക് എത്തിയപ്പോൾ, സമരവുമായി ഇടുക്കിയിലേക്ക് എത്തിയപ്പോൾ, അതേപോലെ തന്നെ സമരവുമായി മുന്നോട്ട് വന്ന മറ്റൊരു നേതാവുണ്ട്, AK ഗോപാലൻ, AKG. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കർഷകരോടൊപ്പം നിന്ന് കോൺഗ്രസിനെ എതിർത്ത പാർട്ടിയാണ്. കോൺഗ്രസിനോടുള്ള എതിർപ്പിൽ നിന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി ജന്മം കൊണ്ടതെന്ന് നമുക്കറിയാം. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും
കർഷകരോട് ആഭിമുഖ്യം പുലർത്തിയ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കർഷകർക്ക് വേണ്ടി ജന്മം കൊണ്ട കേരള കോൺഗ്രസ് പാർട്ടിയും ഇന്ന് ഒന്നിച്ച് ഒരു മുന്നണി എഴുതുന്നുകൊണ്ട് കേരളം ഭരിക്കുകയാണ്. ഈ മുന്നണിയുടെ ഭരണവും കേരളത്തിൽ തുടരണം എന്നാഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ അധികവും. കേരള കോൺഗ്രസ് മണപ്പുറം മണ്ഡലം പ്രസിഡന്റ് മനോജ് മാമല അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തി. കർഷക യൂണിയനും സംസ്ഥാന പ്രസിഡന്റ് റെജി കുന്നങ്കോട്ട്, രാഷ്ട്രീയകാര്യ സമിതി അംഗം അഗസ്റ്റിൻ വട്ടക്കുന്നിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നിൽ, ജില്ലാ സെക്രട്ടറി ജെയിംസ്, ജിൻസൺ വർക്കി, ജയകൃഷ്ണൻ പുതിയടത്ത്, അഡ്വക്കേറ്റ് മധു നമ്പൂതിരി, അംബിക ഗോപാലകൃഷ്ണൻ, സുരേന്ദ്രൻ പി ജി, സെബാസ്റ്റ്യൻ, ജോണി, ജോൺ കാലായിൽ, റോയ്സൺ കുഴിഞ്ഞാലിൽ, ബിജു ഇല്ലിക്കൽ, ഡെൻസിൽ വെട്ടിക്കുഴിച്ചാലിൽ, ജോസ് മാറാട്ടിൽ, ജോസി വളച്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ബഫർ സോൺ പ്രശ്നത്തിൽ ജനകീയ പ്രതിഷേധത്തിന്റെ വിജയമാണ് നിയമസഭയിൽ മന്ത്രി ഉത്തരവ് പിൻവലിച്ചതിലൂടെ കാണാൻ കഴിഞ്ഞതെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചൻ പറഞ്ഞു. പി ജി ജോസഫ് MLA ഇടപെട്ടതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ബഫർ സോൺ വിഷയം അടിയന്തര പ്രമേയമായി നിയമസഭയിൽ അവതരിപ്പിച്ചത്. മലങ്കര ഡാം ഉൾപ്പെടെ 32 ഡാമുകളുടെ സമീപ പ്രദേശ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഉത്തരവാണ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLAയുടെ അടിയന്തര പ്രമേയത്തെ തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിന് നിയമസഭയിൽ പിൻവലിക്കേണ്ടി വന്നത്. ബഫർ സോൺ പ്രശ്നത്തിൽ ജനകീയ പ്രതിഷേധത്തിന്റെ വിജയമാണ് നിയമസഭയിൽ മന്ത്രി ഉത്തരവ് പിൻവലിച്ചതിലൂടെ കാണാൻ കഴിഞ്ഞതെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം മോനിച്ചൻ പറഞ്ഞു. കേരള കോൺഗ്രസ് ചെയർമാനും മുൻ ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ പി ജി ജോസഫ് MLA ഇടപെട്ടതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ബഫർ സോൺ വിഷയം അടിയന്തര പ്രമേയമായി നിയമസഭയിൽ അവതരിപ്പിച്ചു. കേരളത്തിലെ ജലവിഭവ വകുപ്പിന് കീഴിലുള്ള മലങ്കര ഡാം ഉൾപ്പെടെ 32 ഡാമുകളുടെ സമീപ പ്രദേശ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന നിലയിൽ 26/12/2024 ഇറക്കിയ ഉത്തരവാണ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLAയുടെ അടിയന്തര പ്രമേയത്തെ തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിന് നിയമസഭയിൽ പിൻവലിക്കേണ്ടി വന്നത്. ചോദ്യോത്തരവേളയിൽ സണ്ണി ജോസഫ് MLAയും ജലവിഭവ വകുപ്പിന്റെ ഡിമാൻഡ് ചർച്ചയിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLAയും നിയമസഭയിൽ നേരത്തെ ബഫർ സോൺ വിഷയം ചർച്ച ചെയ്തിരുന്നു. അടിയന്തര പ്രമേയത്തിന്മേൽ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ കൂടിയായപ്പോൾ ഉത്തരവ് പിൻവലിക്കാമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുന്ന അപൂർവതയ്ക്ക് കൂടിയാണ് നിയമസഭ സാക്ഷ്യം വഹിച്ചതെന്നും എം മോനിച്ചൻ പറഞ്ഞു. UDF നേതൃത്വത്തിൽ വിവിധ ജില്ലകളിലും മലങ്കര ഡാമിന്റെ തീരമേഖലകളിലും നടന്ന ജനകീയ പ്രതിഷേധത്തിന്റെ വിജയമാണ് ഇതെന്നും എം മോനിച്ചൻ കൂട്ടിച്ചേർത്തു. സഹകരണ മേഖലയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം കാർഷിക കടാശ്വാസ കമ്മീഷൻ മുഖാന്തരം ലഭിക്കേണ്ട 110 കോടി രൂപ അടിയന്തരമായി നൽകുന്നതിന് വേണ്ടിയുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജോയി തോമസ് ആവശ്യപ്പെട്ടു. സഹകരണ ജനാധിപത്യ വേദി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന സഹകാരി ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ ജനാധിപത്യ വേദി താലൂക്ക് ചെയർമാൻ തോമസ് മാത്യു കക്കുഴി അധ്യക്ഷത വഹിച്ചു. സഹകരണ മേഖലയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം കാർഷിക കടാശ്വാസ കമ്മീഷൻ മുഖാന്തരം ലഭിക്കേണ്ട 110 കോടി രൂപ അടിയന്തരമായി നൽകുന്നതിന് വേണ്ടിയുള്ള നടപടി സർക്കാർ സ്വീകരിച്ച് ജില്ലയിലെ സഹകരണ മേഖലയെ രക്ഷിക്കണമെന്ന് സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജോയി തോമസ് ആവശ്യപ്പെട്ടു. സഹകരണ ജനാധിപത്യ വേദി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന സഹകാരി ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയ്ക്ക് മാത്രമായി പ്രൈമറി ബാങ്കുകൾക്ക് തങ്ങൾക്ക് യഥേഷ്ടം ഗവൺമെന്റ് നിയന്ത്രണത്തിന് വിധേയമായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുവാനും അത് നാട്ടിലെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും ഉപയോഗിക്കുവാനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സഹകരണ മേഖലയിൽ നിക്ഷേപം കേരള ബാങ്കിനും മറ്റ് നാഷണലൈസ്ഡ് ബാങ്കിനുമെല്ലാം ഷെഡ്യൂൾഡ് ബാങ്കിനുമെല്ലാം ഒരേ രീതിയിലുള്ള പലിശ നിരക്ക് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സഹകരണ മേഖലയിൽ നിക്ഷേപം കുറയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇതിന് മാറ്റമുണ്ടാവണമെന്നാണ് സഹകരണ ജനാധിപത്യ വേദിയും കോൺഗ്രസ് പാർട്ടിയും ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ചെയ്ത സമരത്തിന്റെ ഫലമായി 1% പലിശയുടെ വ്യത്യാസം വരുത്തി ഗവൺമെന്റ് തീരുമാനമെടുക്കുകയുണ്ടായി. സഹകരണ ജനാധിപത്യ വേദിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും സമരങ്ങളുടെ ഫലമായിട്ടാണ് ഈ മാറ്റമുണ്ടായത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ജില്ലാ ബാങ്കിൽ, സംസ്ഥാന സഹകരണ ബാങ്കിൽ നിന്നും പ്രൈമറി ബാങ്കുകളെ സഹായിക്കുന്ന ജില്ലാ ബാങ്കുകളായിരുന്ന കാലത്തിൽ ഒരു പ്രവണതയുണ്ടായിരുന്നു. എല്ലാ പ്രൈമറി ബാങ്കുകൾക്കും ആവശ്യമെന്ന് കണ്ടാൽ സഹായഹസ്തവുമായി പോകുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾ. ജില്ലാ സഹകരണ ബാങ്കുകളെ നിർത്തിയതോടുകൂടി പ്രൈമറി ബാങ്കുകൾക്ക് ഒരു ചെറിയ സഹായം പോലും കൊടുക്കാൻ
പുതിയതായി രൂപവൽക്കരിക്കപ്പെട്ട സംസ്ഥാന സഹകരണ ബാങ്കിന് കഴിയുന്നില്ല, പിണറായി ഗവൺമെന്റിന് കഴിയുന്നില്ല, സഹകരണ വകുപ്പ് മന്ത്രിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഹകരണ ജനാധിപത്യവേദി താലൂക്ക് ചെയർമാൻ തോമസ് മാത്യു കക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ്, NI ബെന്നി, TJ പീറ്റർ, ചാർലി ആന്റണി, K. ദീപക്, ഇന്ദു സുധാകരൻ, ജിജി അപ്രേം, ജോൺസൺ കുര്യൻ, സോയി ജോസഫ്, KM ജോസ്, KG സജിമോൻ, KM ഹംസ, രാജേഷ് ബാബു, സുരേഷ് രാജു, MH സജീവ്, ജോമോൻ മുടക്കോട്ടി, KR സോമരാജ്, മനോജ് തങ്കപ്പൻ, സോമി വട്ടക്കാട്ട്, ടോണി കുര്യാക്കോസ്, ജോർജ് ജോൺ, KK മുരളി, ബീന ജോളി, ഇമാനുവൽ സൈമൺ, ഹാജറ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂന്നാറിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ട കാട്ടാന ഒറ്റക്കൊമ്പന് ചികിത്സ ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത്. കല്ലാർ മാലിന്യ പ്ലാന്റിൽ മറ്റൊരു ആനക്കുട്ടിയോടൊപ്പം കഴിഞ്ഞ ദിവസം എത്തിയ ഒറ്റക്കൊമ്പൻ മുടന്തിയാണ് നടന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കാട്ടാനയ്ക്ക് ചികിത്സ ലഭ്യമാക്കാൻ വനംവകുപ്പ് ഇടപെടൽ നടത്തണമെന്ന ആവശ്യവുമായി ഗ്രീൻ കെയർ കേരള രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം ആദ്യവാരമാണ് പടയപ്പയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒറ്റക്കൊമ്പന് പരിക്കേറ്റത്. ഇടതുവശത്തെ മുൻകാലിൽ മുറിവ് സംഭവിക്കുകയായിരുന്നു. തുടർന്ന് അസിസ്റ്റന്റ് വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കാലിൽ 40 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയുമുള്ള മുറിവാണ് ഉള്ളതെന്നും മുറിവ് ഉണങ്ങി തുടങ്ങിയെന്നുമായിരുന്നു വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ. സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നുമായിരുന്നു വിദഗ്ധ സമിതി വ്യക്തമാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം കല്ലാറിലെത്തിയ ആന മുടന്തിയാണ് നടന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒറ്റക്കൊമ്പന് ചികിത്സ ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്തെത്തിയിട്ടുള്ളത്. വിഷയത്തിൽ വനംവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി K. ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. മൂന്നാർ റേഞ്ചിൻ്റെ പരിധിയിൽ വെച്ച് പടയപ്പയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒറ്റക്കൊമ്പൻ്റെ കാലിന് മുറിവ് പറ്റിയിരുന്നു. വനംവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത് വലിയ പ്രശ്നമില്ല എന്നാണ്. എന്നാലും ആന ഇപ്പോൾ നടക്കുന്നത് വലിച്ചു വെച്ചാണ് നടക്കുന്നത്. ഇതിൻ്റെ മുറിവ് ഉള്ള സമയത്ത് ഇത് കല്ലാറുള്ള മൂന്നാർ മാലിന്യ പ്ലാന്റിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മുറിവിൽ കൂടെ ഇപ്പോൾ ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഇതിന് ഇൻഫെക്ഷൻ ഉണ്ടായി പെട്ടെന്ന് ഉള്ളിലെ ആന്തരിക അവയവങ്ങളിലേക്ക് ഇത് പഴുപ്പുണ്ടായി വ്രണം വ്യാപിച്ച് ആനയ്ക്ക് ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൂന്നാർ DFOയുടെ അണ്ടറിലുള്ള ഈ റേഞ്ചിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഈ ആനയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ വേണ്ട തക്ക സമയത്ത് ഇതിന് ചികിത്സ കൊടുക്കുവാൻ വേണ്ട അനന്തര നടപടികളിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കടക്കണമെന്നാണ് ഞങ്ങൾ ഗ്രീൻ കെയർ കേരളയ്ക്ക് പറയാനുള്ളത്. മുറിവ് പൂർണ്ണമായും ഉണങ്ങുന്നതുവരെ RRT സംഘം നിരീക്ഷിക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. മുറിവ് ഉണങ്ങാത്ത സാഹചര്യത്തിൽ ആനയ്ക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. 301 കോളനി നിവാസിയായ ഗന്ധകന്റെ വീടാണ് ആന തകർത്തത്. വീടിനുള്ളിലുണ്ടായിരുന്ന പലചരക്ക് സാധനങ്ങളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ആന പുറത്തേക്ക് വലിച്ചിട്ട് തിന്നു. വീടിനുള്ളിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. വേനൽ കടുത്തതോടെ ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമാണ്. വ്യാപകമായാണ് ഇവിടെ കൃഷിയും നശിപ്പിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഗന്ധകന്റെ കൃഷിയിടത്തിലെ പച്ചക്കറിയാണ് ആദ്യം കാട്ടാന നശിപ്പിച്ചത്. പിന്നീട് വീടിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. വീടിന്റെ പിൻഭാഗം ആന പൂർണ്ണമായും തകർത്തു. വീടിനുള്ളിലുണ്ടായിരുന്ന പലചരക്ക് സാധനങ്ങളും മറ്റ് ഭക്ഷ്യവസ്തുക്കളും ആന പുറത്തേക്ക് വലിച്ചിട്ട് ഭക്ഷിച്ചു. ഗന്ധകനും ഭാര്യയും ഇന്നലെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വീടിനുള്ളിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. വേനൽ കടുത്തതോടെ ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമാണ്. പന്നിയാർ, സിംഗകണ്ഠം, ചിന്നക്കനാൽ, സൂര്യനെല്ലി, 301 കോളനി മേഖലകളിലെല്ലാം തുടർച്ചയായി കാട്ടാനകൾ ആക്രമണം നടത്തുകയാണ്. വ്യാപകമായാണ് ഇവിടെ കൃഷിയും നശിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് ഗ്രാമസഭ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെളക്കൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൽമ പരീദ് അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ മരിയ മോൾ സ്റ്റീഫൻ പബ്ലിക് ഹിയറിംഗിന് നേതൃത്വം നൽകി. കോതമംഗലം ബ്ലോക്കിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് ഗ്രാമസഭ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൽമ പരീദ് ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ മരിയ മോൾ സ്റ്റീഫൻ പബ്ലിക് ഹിയറിംഗിന് നേതൃത്വം നൽകി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CBKA, തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിനു TM,
ഓവർസിയർമാർ, തൊഴിലുറപ്പ് മേറ്റുമാർ എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. 4 ദിവസത്തെ ട്രെയിനിംഗ് പൂർത്തിയാക്കിയ മേറ്റുമാർക്ക് സർട്ടിഫിക്കറ്റുകൾ യോഗത്തിൽ വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് പി.കെ. മൂസ അധ്യക്ഷത വഹിച്ചു. കുമ്മങ്കല്ല് തഖ്വ മസ്ജിദ് ഇമാം ഷഹീർ മൗലവി പ്രാർത്ഥന നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ.എസ്. സിയാദ് റമദാൻ സന്ദേശം നൽകി. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. മുസ്ലിം ലീഗ് തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. പ്രസിഡന്റ് പി.കെ. മൂസ അധ്യക്ഷത വഹിച്ചു. കുമ്മങ്കല്ല് തഖ്വ മസ്ജിദ് ഇമാം ഷഹീർ മൗലവി പ്രാർത്ഥന നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ.എസ്. സിയാദ് റമദാൻ സന്ദേശം നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.എ. സലീം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി.എം. അബ്ബാസ്, ജില്ലാ പ്രസിഡന്റ് കെ.എം.എ. ഷുക്കൂർ, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ എം.എസ്. മുഹമ്മദ്, എസ്.എം. ഷെരീഫ്, സലീം കൈപ്പാടം, ജില്ലാ ട്രഷറർ ടി.കെ. നവാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ.എം. മൊയ്തു, സെക്രട്ടറിമാരായ ടി.എസ്. ഷംസുദ്ദീൻ, പി.എൻ. സീതി, പി.എം.എ. റഹീം തുടങ്ങിയവർ സംസാരിച്ചു. എ.എം. സമദ്, എം.എം. അബ്ദുൾ ഷുക്കൂർ, കെ.പി. ഇബ്രാഹിം, പി.എ. ഷംസുദ്ദീൻ, ടി.എച്ച്. മുഹമ്മദ്, ഒ.എച്ച്. സെയ്ദ് മുഹമ്മദ്, കെ.എച്ച്. അബ്ദുൾ കരീം, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി.എം. നിസാമുദ്ദീൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എം.എ. കരീം, ഭാരവാഹികളായ പി.എൻ. ജാഫർ, എം.ബി. സലീം, എ.എം. നജീബ്, കെ.എ. ഷാജി, പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് ടി.എസ്. ഷാജി, ബി.എസ്. സെയ്ദ് മുഹമ്മദ്, എ.എ. ഹസൻ, എ.എം. ഫൈസൽ, സൽമാൻ ഹനീഫ്, സലീം മാട്ടയിൽ, ഹാറൂൺ റാത്തപ്പിള്ളി, പി.ഐ. ഷിഹാബുദ്ദീൻ, അൻസാർ കെ.കെ, സബീർ എം.എ., സെക്രട്ടറി ഷാഹുൽ കപ്രാട്ടിൽ, ട്രഷറർ പി.ബി. അനസ്, ഷഹന ജാഫർ, റസിയ കാസിം, സാബിറ ജലീൽ എന്നിവർ പങ്കെടുത്തു. ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. ശാസ്താംപാറ സ്കൂളങ്കണത്തിൽ ബ്ലോക്ക് മെമ്പർ ഇ.കെ. അജ്നാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ ബിൻസി മാർട്ടിൻ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് മീൻമുട്ടി 6ാം വാർഡ് മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മീൻമുട്ടി മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. ബ്ലോക്ക് മെമ്പർ ഇ.കെ. അജ്നാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ ബിൻസി മാർട്ടിൻ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് മീൻമുട്ടി 6ാം വാർഡ് മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും മാർച്ച് 30-ന് മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനുശേഷം ഏപ്രിൽ 3-ാം തീയതി ബ്ലോക്ക്, പിന്നെ ജില്ല, അങ്ങനെ ഉടൻ തന്നെ നമ്മുടെ കേരളവും മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയാണ്. അതിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളും 27-ാം തീയതിക്ക് മുമ്പായിട്ട് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ, അവിടുത്തെ ജനങ്ങളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ബ്ലോക്കിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അത് ക്ലീൻ ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോ വാർഡും പ്രഖ്യാപിക്കണം എന്ന ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്ന് ഈ 6ാം വാർഡിൽ നമ്മൾ 6ാം വാർഡിനെ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സണ്ണി സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു. ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബേബി തോമസ് കാവാലം, പ്രസാദ് എം.പി., സാബു പി.കെ., ജോസ് തെക്കേൽ, എം.എം. യു.പി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജിൻഡോ, ഗവൺമെന്റ് യു.പി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജിജി സുരേന്ദ്രൻ, ഹരിതകർമ്മസേന സബീന ഇ.കെ., സെലീന ഷാജി, ആശാ വർക്കർ ലീല ശിവദാസൻ, അംഗൻവാടി വർക്കർ സീന ഇസ്മായിൽ, ഹെൽപ്പർ ഷിജിത ഷിനോജ, അഞ്ജു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് സഹോദരങ്ങൾ, വാർഡിലെ 2 സ്കൂളിലെയും വിദ്യാർത്ഥികൾ, വാർഡിലെ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വാർഡിലെ 3 വീടുകൾ ഹരിത ഭവനമായും 1 അയൽക്കൂട്ടം ഏറ്റവും നല്ല ഹരിത അയൽക്കൂട്ടമായും, വാർഡിലെ 2 സ്കൂൾ ഹരിത സ്കൂളായും, അംഗൻവാടി ഹരിത അംഗൻവാടിയായും പ്രഖ്യാപിച്ച് സമ്മാനങ്ങൾ നൽകി. കൂടാതെ ഹരിതകർമ്മസേന ആശാ വർക്കർ ഇവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. എല്ലാവർക്കും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. യോഗത്തിന് യൂസഫ് കെ.എ. നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടവട്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 2025-2026 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി അവതരിപ്പിച്ചു. തൊടുപുഴ നഗരസഭയുടെ ബജറ്റ് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷത്തിന്റെ വിമർശനം. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെയും ധർണയുടെയും മുന്നോടിയായി വണ്ണപ്പുറത്ത് കർഷക പ്രതിഷേധ സമ്മേളനം സംഘടിപ്പിച്ചു.
കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ KA ആന്റണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബഫർ സോൺ പ്രശ്നത്തിൽ ജനകീയ പ്രതിഷേധത്തിന്റെ വിജയമാണ് നിയമസഭയിൽ മന്ത്രി ഉത്തരവ് പിൻവലിച്ചതിലൂടെ കാണാൻ കഴിഞ്ഞതെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചൻ. ചിന്നക്കനാലിൽ വീണ്ടും ചക്കക്കൊമ്പന്റെ ആക്രമണം. 301 കോളനി നിവാസിയായ ഗന്ധകന്റെ വീടാണ് തകർത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.